എൻ്റെ മോൾക്ക് 20ാമത്തെ വയസ്സിൽ കരൾ മാറ്റി വെച്ചതാണ്. ഇത് കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു, നീ കല്യാണം കഴിക്കാമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു പേടിയായിരുന്നു. അപ്പോൾ അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് മിനി. ഞാനിപ്പോൾ കാരിത്താസ് മാതായിലാണുള്ളത്. എൻ്റെ മകൾ രേവതിയുടെ ഡെലിവറിക്കാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇത് രേവതിയുടെ ഭർത്താവ് അജിത്ത്. എൻ്റെ മോൾക്ക് 20ാമത്തെ വയസ്സിൽ കരൾ മാറ്റി വെച്ചതാണ്. എൻ്റെ കരളാണ് അവൾക്ക് എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു, നീ കല്യാണം കഴിക്കാമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു പേടിയായിരുന്നു. അങ്ങനെ പലരോട് അന്വേഷിച്ചു, ഞങ്ങൾ സാറിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ കല്യാണം ആലോചിച്ചു. കല്യാണം നടന്നു. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റായി. പിന്നെയും ടെൻഷനായി, ഇതെന്തും കുഴപ്പമുണ്ടോയെന്ന്. അത് അറിയാൻ വേണ്ടി ഞങ്ങൾ ഡോക്ടർ രജി സാറിൻ്റെ അടുത്ത് വന്നു. സാർ അതേപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, പേടിക്കേണ്ട എന്നെല്ലാം പറഞ്ഞ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 37 ആഴ്ച പൂർത്തിയായപ്പോൾ കുഞ്ഞിനെ ഞങ്ങൾ സിസേറിയനോട് കഴിഞ്ഞ് അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് പലർക്കും ഒരു പേടിയുണ്ട്, മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയാവുമെന്ന്. പ്രായം കുറഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ കല്യാണം കഴിക്കാമെന്നുള്ള പേടിയുള്ളവർ പലരുമുണ്ട്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് നിശ്ചയിച്ചിരിക്കുന്ന പലരും വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് പേടിക്കാനുള്ള കേസൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് അവൾക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞും കുഴപ്പമുണ്ടായിട്ടില്ല. ഇപ്പം ഇതുവരെ സർജറി കഴിഞ്ഞു, അതിൻ്റേതായ പ്രശ്നങ്ങളുമില്ല. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ആ സമയത്തൊന്നും വലിയ വേറെ പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല. ഛർദി അല്ലാതെ ഒന്നും ഒരു ആശുപത്രി പോലും അത് അഡ്മിറ്റ് ആകേണ്ടി വന്നിട്ടില്ല. അങ്ങനെ പേടിക്കേണ്ട കേസല്ല ഇത് എന്നാണ് അതിൽ പറയാനുള്ളത്. വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം കാരിത്താസ് മാതാവ് വന്ന് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ടെൻഷനെല്ലാം മാറി. ഇവിടുത്തെ സ്റ്റാഫും ഡോക്ടർ രജി സാറും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഡോക്ടറോടാണെങ്കിലും നമുക്ക് എന്തും ചോദിക്കാം. ലാസ്റ്റ് വന്ന ദിവസം പറഞ്ഞു വെയിറ്റ് ഇച്ചിരി കുറവുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് എന്നോട്. ടെൻഷൻ അടിക്കുകയേ വേണ്ട, അമ്മ ടെൻഷൻ അടിക്കാതെ ഇരിക്കാമെന്ന് എന്നോട് പറഞ്ഞു. അത് കുഴപ്പമില്ല, ഇതിങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞു, അല്ലാതെ ഒന്നുമില്ലായിരുന്നു. അതിൽ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞതിലും പോലും ഒന്നുമില്ല. അത് ഇത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു.